ഏതാണ് ട്രേഡ് ചെയ്യാൻ ബെസ്റ്റായിട്ടുള്ള ടൈം ഫ്രെയിം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളൊരു ട്രേഡിൽ എത്ര ദിവസം നിൽക്കും എന്നനുസരിച്ചാണ്. നമ്മളിപ്പം ഒരാഴ്ച 2 ആഴ്ച നിൽക്കുകയാണെങ്കിൽ വീക്ക്ലി ടൈം ഫ്രെയിമിലെ ചാർട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ചാർട്ട് കാണിക്കുന്നത് ഒരു ഉദാഹരണമാണ്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ ഡാബറിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ നോക്കേണ്ടുന്നത് എപ്പോഴും നമുക്ക് ട്രേഡിങ്ങിന് അനുകൂലമായി എവിടെയാണ് നമുക്ക് ഒരു ചാർട്ട് പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്നാണ്. ഒരു മേജർ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണോ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത സ്ട്രക്ചറിൽ എവിടെയെങ്കിലും ഈ ചെറിയ ടൈം ഫ്രെയിമിൽ ബ്രേക്ക് ആവുന്നുണ്ടോ എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടുന്നത്. ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിലേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ പൊതുവേ നമ്മൾ ഡേ ടൈം ഫ്രെയിമാണ് സ്ട്രക്ചർ ഐഡൻറ്റിഫിക്കേഷന് ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് 30 മിനിറ്റ്സിലെ ടൈം ഫ്രെയിമും നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ കാണിക്കുന്നത് സെൻസെക്സിൽ നമ്മൾ ഡേ ടൈം ഫ്രെയിമിൽ ചാർട്ടിലൊരു ട്രെൻഡ് സ്ട്രക്ചർ ഐഡൻറ്റിഫിക്കേഷനാണ്. സെൻസെക്സിൽ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ഡൗൺ ട്രെൻഡ് കാണാനായി പറ്റും. അതിനുശേഷം ഒരു അപ്പായിട്ട് ഒരു കൺസോൾട്ടേഷൻ എന്ന രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിനുശേഷം നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ, അതായത് ഒരു 30 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അന്നത്തെ ട്രെൻഡും കൂടെ നമുക്ക് നോക്കാം. 30 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമ്മളൊരു സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്തു. അത് ഈ ചാർട്ടിൽ നമുക്കൊരു കൺസോൾട്ടേഷനാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത്. അതിനുശേഷം നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റായി ആ കൺസോൾട്ടേഷൻ പോയിൻറ്റുകൾ ബ്രേക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് ഒരു വലിയ ടൈം ഫ്രെയിമിൽ ഒരു ട്രെൻഡ് സ്ട്രക്ചർ കണ്ടുപിടിക്കുകയും അതിനുശേഷം നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റായി അത് ബ്രേക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കിയാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. ഓപ്ഷൻ ബൈയിങ് ആണ് ചെയ്യുന്നതെങ്കിൽ തീറ്റ ഡിക്കെയും ടൈം ഡിക്കെയും ഒക്കെ കൺസിഡർ ചെയ്ത് ആ ദിവസത്തെ ചാർട്ടിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡും ഒക്കെ മനസ്സിലാക്കി നമ്മൾ ട്രേഡ് ചെയ്യുന്ന ടൈം ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്.